ഹായ് ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ എണീച്ചപ്പോൾ തന്നെ ബാൽക്കണിയിലേക്ക് പോയപ്പോൾ നല്ല കാറ്റ്, അടിപൊളി കാറ്റ്. കടപ്പുറത്ത് പോയിരുന്ന പോലെ ഉണ്ട്. സൗണ്ട് വീഡിയോയിൽ കേൾക്കുന്നുണ്ടോയെന്ന് അറിയില്ല, നിങ്ങളൊന്ന് കേട്ട് നോക്ക്. അടിപൊളി കാറ്റാണ്. അപ്പോൾ ഇത് സൈക്കിളിൽ നൂൽപുട്ടും പുട്ടും വെക്കുന്ന ആളും ഡെയിലി രാവിലെ പോവും. അപ്പം മടിയുള്ള ദിവസങ്ങളിൽ അത് വാങ്ങിക്കേക്കാം. ഇനി നേരെ കിച്ചണിൽ പോയിട്ട് ഇറച്ചിച്ചോറ് വെക്കാമെന്ന് വെച്ചിരുന്നു. ഇറച്ചിച്ചോറിൻ്റെ റെസിപ്പി അല്ല കേട്ടോ ഇന്നത്തെ വീഡിയോ. എന്നാലും എൻ്റെ റെസിപ്പി കണ്ടിട്ട് ആർക്കും ഇറച്ചിച്ചോറ് വെക്കണ്ട. എല്ലാവർക്കും അറിയുന്നതല്ല, തലശ്ശേരിക്കാർക്ക് എല്ലാവർക്കും അറിയുന്ന സംഭവം ഇറച്ചിച്ചോറ്. സംഭവം ഞാൻ വെറുതെ വെക്കാൻ നിന്നപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വീഡിയോ എടുത്തതാണ്. അപ്പോൾ ഇവിടുത്തെ കഥ പറയാം. ഈ ഇറച്ചിച്ചോറാണ് ഈ നാട്ടുകാർക്കുള്ള ബിരിയാണി എന്ന് വെച്ചാൽ ഇവരെ മെയിൻ സംഭവം. പക്ഷേ നമ്മളെപ്പോലെ സലാഡും അച്ചാറൊന്നും കൂട്ടിയല്ല ഇവർ ഈ ബിരിയാണി കഴിക്കാൻ. അതിനോട് ഡാൽച്ച എന്ന് പറഞ്ഞൊരു കറിയാണ്. ഡാൽച്ച എന്ന് വെച്ചാൽ വെജിറ്റബിൾസും ചിക്കനും എല്ലാം മിക്സ് ആക്കിയിട്ടുള്ളൊരു കറി. ആ കറി ഇല്ലാണ്ട് ഇവർക്കിത് കഴിക്കാനേ പറ്റില്ല. 11 മണിയായി കഴിഞ്ഞാൽ റോഡിലെല്ലാം പോയാൽ മീനും വെജിറ്റബിൾസെല്ലാം വിൽക്കുന്ന പോലെ റോഡിൽ എല്ലാ സൈഡിലും ബിരിയാണി വിൽക്കുന്ന സ്ഥലം ഉണ്ടാവും. അവിടെ എല്ലാവരും നല്ല തിക്കും തിരക്കുമായിരിക്കും. കാരണം ഇവർക്ക് ബിരിയാണി ഒരു വികാരമാണ്. നമ്മുടെ ദമ്മ് ബിരിയാണി അല്ല കേട്ടോ, ഈ ഇറച്ചിച്ചോറാണ് അവരുടെ ബിരിയാണി. അപ്പോൾ അതും ഡാൽച്ചയും ഇവരെ മെയിൻ ഭക്ഷണമാണ്. എത്ര കഴിച്ചാലും ഇവർ മടുക്കാത്തൊരു സംഭവമാണത്. നമ്മുടെ നാട്ടിൽ നമുക്കും ബിരിയാണി അങ്ങനെ തന്നെയല്ലേ, പക്ഷേ ഇവരെ ബിരിയാണി ഇതാന്നേ ഉള്ളൂ. ഏത് ടൈം കൊടുത്താലും ബിരിയാണി അവർ കഴിച്ചോളും. അങ്ങനെ എൻ്റെ ഇറച്ചിച്ചോറ് റെഡിയായി. കുട്ടികൾക്കുള്ള ഇറച്ചിച്ചോറും കൊടുത്ത് ബാക്കിയുള്ള പണിയും കഴിഞ്ഞ് ഞാനും കഴിക്കട്ടെ. ബാക്കി അടുത്ത വീഡിയോയിൽ. ഓക്കെ, ബൈ.